ഇന്ത്യ ഒട്ടിട്ട് ദീപാവലി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് എല്ലാവരും കുടുംബസ്നേഹം സമയം ചെലവഴിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ദീപാവലി. ഈ ദീപാവലിക്ക് കഴിഞ്ഞ 10 വർഷമായി എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന സ്നേഹത്തോടുകൂടി പറയുന്ന ഈ വ്യക്തി എല്ലാ ദീപാവലികളിലും ഈ പട്ടാളക്കാരുടെ കൂടെ ആ മലമുകളിൽ അല്ലെങ്കിൽ ആ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഇദ്ദേഹം ദീപാവലി ആഘോഷിച്ചത്. അദ്ദേഹത്തിന്റെ പരിവാർ, അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ആ പട്ടാളക്കാരാണ്. നമ്മളെല്ലാവരും കുടുംബത്തിന്റെ കൂടെയാണ് ഇതിനെ ആഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിൽ നിന്നുള്ള 40 വ്യക്തികളെ കൊടുത്തിട്ട് ബലി കൊടുത്തിട്ട് ഇലക്ഷൻ ജയിച്ചു എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ഞാൻ ചോദിച്ചത്. ഹൗ ക്യാൻ യു സേ ദാറ്റ്? ഒരു ശത്രുവിന് പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു ചോദിക്കാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾക്ക് ഈ പാരമ്പര്യമില്ലേ കോൺഗ്രസ്സുകാർ? നിങ്ങൾ എത്രയോ ഇലക്ഷന് മുന്നേ നിങ്ങളുടെ നേതാക്കന്മാരെ കൊല ചെയ്യപ്പെട്ടില്ല. ഇന്ദിരാഗാന്ധി 84 ഒക്ടോബർ 30 മരണപ്പെട്ടു. ദയൻ സിംഗ് വീടിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഇലക്ഷന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് 400 സീറ്റുകളൊക്കെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. അപ്പം ഇന്ദിരാഗാന്ധി നിങ്ങൾ ഈ ഇലക്ഷൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ പോകുന്നത്? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഈ ചോദിച്ച എം പിയോടാണ് ചോദിക്കുന്നത്, നിങ്ങളാണോ അവരെ കൊന്നത്? അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഇതിന് ഉത്തരം പറയാം. മോദിജിയാണ് ഈ 40 പേരെ കൊന്നതെന്നുള്ള ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. രണ്ടാമത്, നിങ്ങൾ നല്ലപോലെ വോട്ട് വാങ്ങിച്ചിട്ട് നരസിംഹറാവു അധികാരത്തിൽ കയറി. ഞാൻ ചോദിക്കുന്നു, രാജീവ് ഗാന്ധിയെ കൊന്നത് നിങ്ങളുടെ അറിവോട് കൂടിയിട്ടായിരുന്നു? ഞാൻ ഈ എം പിയോടാണ് ചോദിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട് എന്നോട് ഡിബേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ചാമ്പറ്റുണ്ടെങ്കിൽ വന്നിട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം അദ്ദേഹം പറയണം. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന് പോയിട്ടുള്ളതും ജയിലിൽ കിടന്നിരുന്ന 4 പേര് അത് കഴിഞ്ഞ് ഗവൺമെന്റ് അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആ മുരുകൻ, നളിനി, പേരവൻ ആൻഡ് ശാന്ത്, ഈ 4 പേരെയും ഈ കൈ കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ എന്ന കമാൻഡോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് ഞാൻ ചോദിക്കുന്നത്. അന്ന് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ട് മുരുകന്റെ കഴുത്തിൽ നിന്ന് ആ സൈനൈഡ് പിടിച്ച് വലിക്കുന്ന സമയത്ത് ഞാൻ പോലും ഓർത്തില്ല ഇനി കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ രക്തത്തിൽ കയറി ഞാൻ വലിക്കുന്നു. അന്ന് ഞങ്ങൾ അത്രയും ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഇവരെ ജീവനോടെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം ചെയ്ത് ഇവരെ ജീവനോടെ പിടിച്ച് ജയിലിലടച്ചതിന് ശേഷം രാജീവ് ഗാന്ധി വധക്കേസിന്റെ ഫൈനൽ എൻകൗണ്ടർ 18 ഓഗസ്റ്റ് 1991 അത് കൊനാരക്കൊണ്ടയിൽ ജയനഗർ പോലീസിന്റെ അടുത്ത് കൊനാരക്കൊണ്ടയിൽ ഈ കുറ്റവാളികളെ ശിവരാജ് സിംഗ്, ശുഭയിൽ അടങ്ങുന്ന 7 പേരെ വളഞ്ഞ് ആ വീടിന്റെ പുറത്ത് 36 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പത് നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്തല്ലേ? അപ്പൊ നിങ്ങളാണല്ലേ എന്നെ കൊണ്ട് അത് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ മരിക്കുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം എന്നെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിച്ച് ഇന്ന് ഞാൻ ഈ ആൻഡ്രോയിഡ് എം പി ആയിരിക്കുന്ന ആൻഡ്രോയിഡ് ചോദിക്കുന്നു, നിങ്ങൾ ഈ കേസ് റീഓപ്പൺ ചെയ്തിട്ട് എന്നെ ചോദിച്ചു, എന്തുകൊണ്ട് മേജർ രവി 36 മണിക്കൂർ വെയിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഈ കൊലയാളികളെ ജീവനോട് പിടിച്ചില്ല എന്നുള്ളത് മേജർ രവിയോട് ചോദിക്കാൻ. ആ കേസ് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിന് ഞാൻ എവിടെ വന്നും CBI